സ്വാഗതം. ഞാൻ ഇന്നൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെയറിൽ എന്താണ് അപ്ലൈ ചെയ്യണേ, എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വിനിയാണ്, യൂട്യൂബറാണ് കേട്ടോ. ഒരുവിധം ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു, ആളാണ് ചോദിച്ചത് എന്നോട്. പിന്നെ ഇത് എൻ്റെ പഴയ ഫോട്ടോസാണ് കുറച്ച്. ഇപ്പം എൻ്റെ മുടി കുറച്ച് നീളം കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടത് ഇത് സീതാർമുടി, നീലിമുടി എന്നൊക്കെ പറയും, അതാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് തുളസിയാണ് കേട്ടോ. തുളസി എല്ലാ വീട്ടിലും ഉണ്ടാവും. മുടിക്ക് ഏറ്റവും നല്ലതാണ് തുളസി കേട്ടോ. പിന്നെ അത് കീഴാർനെല്ലിയും പൂവാങ്കുരുനെല്ലിയാണ് കേട്ടോ. അത് ആയുർവേദമൊക്കെ നാച്ചുറലായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലാണ് കേട്ടോ. അതിപ്പോൾ കറിയിലായാലും നമ്മൾ കഴിക്കുന്നത് വെളിച്ചെണ്ണയിൽ അരച്ച് തേച്ച് ഉണ്ടാക്കുന്നതായാലും എല്ലാം നല്ലതാണ്. കറിവേപ്പില മുടിക്കും ശരീരത്തിനൊക്കെ നല്ലതാണ്. അടുത്തത് ദന്തപാലയാണ് കേട്ടോ. ദന്തപാല എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റാനാണ് ദന്തപാല. അത് മാത്രമായിട്ട് വെളിച്ചെണ്ണ തേക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി മുട്ടാണുള്ളത്. ചെമ്പരത്തി എല്ലാവർക്കും അറിയാം, താളിയായാലും ഏറ്റവും തലയ്ക്ക് നല്ലതാണ്, തലമുടി വളരാൻ ഏറ്റവും നല്ലതുമാണ്. പിന്നെയുള്ളത് നമ്മുടെ കഞ്ഞിക്കൂർക്കയാണ്. അത് തലമുടി വളരാൻ തണവും കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം. ഞാനിത് വീഡിയോയിൽ ഒരു വട്ടമാണ് വാഷ് ചെയ്യണത് കാണിക്കണത്, പക്ഷേ 2-3 വട്ടം വാഷ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അത് വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. പരമാവധി നമ്മൾ ക്ലീനായിട്ട് ഇത് കൊണ്ടുവരണം. അത് നമ്മൾ തലയിൽ തേക്കണ കാരണമാണ് കേട്ടോ. അതിനുശേഷം ചെറിയ രീതിയിൽ ഇത് അരിയണം. കാരണം ഇതിൻ്റെ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ അരയൂല്ല, മിക്സി കേടാവുകയും ചെയ്യും. അപ്പോൾ നന്നായി ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് ശേഷം മിക്സിയിൽ അരയ്ക്കണം. മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. വെള്ളം നന്നായി കൂടരുത്, എന്നുവെച്ചാൽ വെള്ളം കുറയാനും പാടില്ല. ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടണം. ഇത് അരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അരിച്ചിട്ടും അരിപ്പ് വെച്ച് അരിച്ചിട്ടും ഉപയോഗിക്കാം. ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇടാം കേട്ടോ. ഇത് ഞാനെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇടാണ് ചെയ്യണേ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അത്ര ജ്യൂസി പോലെ അല്ല, എന്നുവെച്ചാൽ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ടാണ് ഉപയോഗിക്കണേ. പിന്നെയെന്ന് പറഞ്ഞാൽ 2 കിലോ വെളിച്ചെണ്ണയാണ് കേട്ടോ ചീഞ്ചട്ടിയിൽ ഞാൻ ഒഴിച്ചേക്കണത്. അപ്പോൾ അതൊന്ന് തിളച്ച് ഇങ്ങനെ വരണം. തിളച്ചിങ്ങനെ വരുമ്പോൾ തന്നെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. പിന്നെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കുക. അതൊരു 1 മണിക്കൂറൊക്കെ ഇങ്ങനെ